എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണത് 2024 തന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉള്ളതാണ്. LGSന് മാത്രമല്ല എല്ലാ എക്സാമിനും LP UP ആയാലും ഏത് എക്സാം ആയാലും നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് നോക്കി പഠിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റും ഓരോ ലൈക്കുമാണ് എനിക്കുള്ള ഊർജ്ജം. അപ്പം മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ആൻസർ ഡി ആണ്, ജാവലിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ സി, നിതിൻ മധുക്കർ ജംദാർ. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്? ആൻസർ സി, മദ്രാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1913 തുടങ്ങിയ ഖദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ആൻസർ ബി, ലാല ഹർദയാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിന്റെ ജേർണൽ ഏതാണ്? ആൻസർ ഡി, മറാത്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ആൻസർ എ, ഡോക്ടർ BR അംബേദ്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഡി, ലോർഡ് ലിൻലിത്ഗോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഡി, രാഷ്ട്രപതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത്? ആൻസർ സി, സോവിയറ്റ് യൂണിയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? ആൻസർ സി, 30. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ആൻസർ ഡി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? ആൻസർ ഡി, ആർട്ടിക്കിൾ 25. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? ആൻസർ ബി, പയ്യന്നൂർ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ആൻസർ ഡി, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 K കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ആൻസർ സി, ഗാന്ധിജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ആൻസർ എ, ലോർഡ് കഴ്സൺ. നെക്സ്റ്റ് ഒരു 3 ക്വസ്റ്റ്യൻ അവര് ഡെലീറ്റ് ചെയ്തതാണ്. 20th ക്വസ്റ്റ്യൻ നോക്കാം. നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത്? ആൻസർ എ, ഉത്തർഖണ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡെലീറ്റ് ചെയ്തതാണ്. 22 നോക്കാം. സെബിയുടെ പൂർണ്ണ രൂപം എന്ത്? ആൻസർ ബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം? ആൻസർ ഡി, 40. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഗ്നി, സൂര്യ, ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഡി, മിസൈൽ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ, ഇതിന്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി, വിന്ധ്യ, സരത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിവ ഇതിന്റെ ഭാഗമാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് ഡി ആണ്, ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ കാരണം ഇതെല്ലാം ശരിയാണ്, തെറ്റായ പ്രസ്താവന ഇതിലില്ല. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത്? ആൻസർ എ ആണ്, ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലോകരാജ്യങ്ങളുടെ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണ്. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. ശരിയായ പ്രസ്താവനകൾ ആൻസർ 1, 3 ആണ് ശരിയായിട്ടുള്ളത്. ലോകരാജ്യങ്ങളുടെ കാര്യത്തിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണ്. പിന്നെ ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാഞ്ചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. നാഗ, ഖാസി, ഗാരോ കുന്നുകൾ പൂർവാഞ്ചലിൽ സ്ഥിതി ചെയ്യുന്നു. ആൻസർ സി ആണ്, അതായത് തെറ്റായിട്ടുള്ളത്. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ സി ആണ്, ഹരിയാന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളുമുണ്ട്. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത്. ആൻസർ ഡി ആണ്, തെറ്റായത് ഏതാണ്? നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിന്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കേരളത്തിന്റെ കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. നിലവിലുള്ള സംസ്ഥാനത്ത് 222 കടലോര മത്സ്യ ഗ്രാമങ്ങളുണ്ട്. മത്സ്യമേഖലകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജല കൃഷി വികസന ഏജൻസി, അഡാക്. ആൻസർ ഡി ആണ്, എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാം? അതികെട്ടാഞ്ചോല വയനാട്, പാമ്പാടുംചോല ഇടുക്കി, ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ, കരിമ്പുഴ വന്യജീവി സങ്കേതം കൊല്ലം. ഇതിൽ ശരിയായ ജോഡി ആൻസർ എ ആണ്, അതായത് പാമ്പാടുംചോല ഇടുക്കി എന്നുള്ളതും ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം. ആൻസർ എ ആണ്, 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതൽ ഉള്ളത്. കേരളത്തിൽ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി തുടങ്ങിയവ. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് നീണ്ടകര.
പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ശരിയല്ലാത്തത് ഏതാണ്? തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് നീണ്ടകര എന്നുള്ളതാണ് ശരിയല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. വേമ്പനാട്ടുകായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായും വ്യാപിച്ചു കിടക്കുന്നു. ആൻസർ ഡി ആണ്, എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? പമ്പ കിഴക്കോട്ട്, പാമ്പാർ പടിഞ്ഞാറോട്ട്, കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്, പെരിയാർ കിഴക്കോട്ട്. ശരിയായത് ഏത്? ആൻസർ സി ആണ്, കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് എന്നുള്ളതാണ് ശരിയായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? മലനാട്, ഇടനാട്, തീരപ്രദേശം, സമതല പ്രദേശം. ആൻസർ എ ആണ്, മലനാട്, ഇടനാട്, തീരപ്രദേശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവല്ലപ്പപ്പൻ എന്നറിയപ്പെടുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? ഇത് ഡെലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു. ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. തുലാവർഷം എന്നും അറിയപ്പെടുന്നു. ആൻസർ ബി ആണ്, അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു എന്നുള്ളതും ഇടവപ്പാതി എന്നറിയപ്പെടുന്നു എന്നുള്ളതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ആൻസർ ബി ആണ്, ഇടുക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വരയാടിനെ സംരക്ഷിക്കാൻ പ്രൊജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ആൻസർ എ ആണ്, തമിഴ്നാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത്? ആൻസർ സി ആണ്, വിദ്യാവാഹൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? ആൻസർ എ, വയനാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? ആൻസർ ബി, 1949 ജൂലൈ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏത്? ആൻസർ ഡി, മുടിയേട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിബന്ധം ആല എന്ന കൃതി രചിച്ചത് ആരെ? ആൻസർ സി, വിഷ്ണു കൃഷ്ണ ചിപ്ലുഗർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരെ? ആൻസർ എ, സി ബാലകൃഷ്ണൻ. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം? ആൻസർ എ, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? ആൻസർ സി, തുഷാർ ദേശ്പാണ്ഡെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജ്ഞാനപീഠ പുരസ്കാരം 2023 നേടിയത് ആരെ? ആൻസർ ബി, വി മധുസൂദനൻ നായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്?
ആൻസർ ഡി 2023 ജൂലൈ 14. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? ആൻസർ എ വി കെ മോഹനൻ കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ രോഗത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ? ആൻസർ ബി വിറ്റാമിൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖല ഏത്? ആൻസർ എ നാഷണൽ പാർക്കുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ? ആൻസർ ബി കിഴങ്ങുവർഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം? ആൻസർ ഡി ഡയറിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു, എല്ലാ സിരകളും അശുദ്ധ രക്തം വഹിക്കുന്നു, കൊറോണറി ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു, ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ സി ആണ്. പ്രസ്താവന 4 ആണ് ശരിയായിട്ടുള്ളത്. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ? ആൻസർ ഡി ഇ കോളി ബാക്ടീരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഈലോൺ മസ്കിന്റെ കമ്പനി? ആൻസർ ഡി ന്യൂറോലിങ്ക് കോർപ്പറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റത്തിലെ ഏതു കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ആൻസർ ബി ഇലക്ട്രോൺ. തന്നിരിക്കുന്ന ക്രിസ്റ്റലാകൃതിയിലല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏത്? ആൻസർ സി കൽക്കരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെ കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? എല്ലാ ധാതുക്കളും അയിരുകളാണ്. ലോഹത്തിന്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം. എളുപ്പത്തിൽ ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. ആൻസർ ഡി ആണ്. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ലോഹത്തിന്റെ അംശം കൂടുതൽ ഉണ്ടാകണമെന്നുള്ളതും എളുപ്പത്തിൽ ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം എന്നുള്ളതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? ആൻസർ എ യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് വരെയാണ്. ആൻസർ ബി ആണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. ഇവിടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 2000 അല്ല, 20,000 ഹെർട്സ് വരെയാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവന 1ഉം 2ഉം ആണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത് എന്നുള്ളതും ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് എന്നുള്ളതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്കു വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏത്? ആൻസർ ബി സാരഥി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതു മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്? ആൻസർ ബി ശാസ്ത്രജ്ഞർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ. ആൻസർ ബി ആണ്, വയോമിത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏത്? ആൻസർ ഡി, ചിക്കൻ പോക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്? ആൻസർ സി, പെർനിഷ്യസ് അനീമിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ. വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ സി ആണ്, അനാരോഗ്യമായ ഭക്ഷണശീലമാണ് ജീവിതശൈലി രോഗമുണ്ടാക്കാനുള്ള കാരണങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമേത്? ആൻസർ സി, ക്വാഷിയോർക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? വൈറസ്. COVID-19 കാരണമായത് വൈറസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി. ആൻസർ ബി ആണ്, താലോലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? ആൻസർ എ, ബോർഡെറ്റല്ല പെർട്ടൂസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിക്കൻ പോക്സിന് പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത്? ആൻസർ സി, വെരിസെല്ല വാക്സിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ആൻസർ ബി, ഓപ്പറേഷൻ അമൃത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? ആൻസർ എ, ഹൃദ്രോഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത്? ആൻസർ സി, ശ്രുതി തരംഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? ആൻസർ ഡി, 1056. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.